കൊച്ചി കാക്കനാട്ടെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർക്ക് കൂട്ടത്തോടെ ഛർദിയും വയറിളക്കവും. 3 ആഴ്ചയായി 100 കണക്കിന് പേർ ചികിത്സ തേടി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അസോസിയേഷൻ പറഞ്ഞു. മലിനമായ കുടിവെള്ളം ഉപയോഗിച്ചത് മൂലം 100 കണക്കിന് ആൾക്കാർക്കാണ് ഛർദി, വയറിളക്കം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കാക്കനാട്ടെ 1000-ലധികം പേർ താമസിക്കുന്ന ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് കൂട്ടത്തോടെ ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. 3 ആഴ്ചയായിട്ട് സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് വയറിളക്കവും ഛർദിയും തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് ഉണ്ടായ സമയത്ത് ഫ്ളാറ്റിലുള്ളവർ തന്നെ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ആ പരിശോധനയിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. അതായത് കുടിവെള്ളം കുടിക്കാൻ യോഗ്യമല്ല എന്നുള്ളതാണ് ആ പരിശോധനയിലൂടെ കണ്ടെത്തിയത്. അത് കഴിഞ്ഞ മാസം 25-ാം തീയതിയായിരുന്നു. പക്ഷേ അതിനുശേഷവും തുടർച്ചയായിട്ട് ആളുകൾക്ക് ഈ ഛർദി, വയറിളക്കം തുടങ്ങിയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. അത് ഒരു തവണ മാത്രമല്ല, വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർ പറയുന്നത്. ക്യൂ ബ്ലോക്കിൽ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ അസോസിയേഷൻ പറയുന്നത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ മുൻകരുതലുകൾ സ്വീകരിച്ചു. 4 ഉറവിടങ്ങളിൽ നിന്നുള്ള വെള്ളമാണ് ഫ്ളാറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമുണ്ടായിരുന്നു, കിണറിൽ നിന്ന് വെള്ളമുണ്ടായിരുന്നു, കുഴൽക്കിണറിൽ നിന്ന് വെള്ളമുണ്ടായിരുന്നു, അതുപോലെ തന്നെ മഴവെള്ള സംഭരണിയിൽ വെള്ളമുണ്ടായിരുന്നു. ഇത് ഒരുമിച്ചായിരുന്നു ഫ്ളാറ്റിലേക്ക് പമ്പ് ചെയ്തിരുന്നത്. ആ പമ്പിങ് നിർത്തിവെച്ചു. അതിന് പകരം ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളമാണ് അന്നു മുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അസോസിയേഷൻ പറയുന്നത്. There was a contamination that has been sorted out. എൻ്റെ ഇന്നത്തെ റിസൾട്ട് വരാൻ തന്നെ 7 ദിവസം എടുക്കും. In the meantime, I am trying to get private agencies who are reliable to come and test our water. If we can do that, we will get results faster. And if I can eliminate or identify the issue or the source of contamination, I'll be able to stop it. ഏതാനും ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് ആളുകൾ കൂട്ടത്തോടെ ആരോഗ്യ പ്രശ്നം ഉണ്ടായ കാര്യം നഗരസഭയും ആരോഗ്യവകുപ്പിനെയും അറിയിച്ചത്. അതും മുൻ പ്രസിഡന്റ്, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിയെ വിളിച്ച് അറിയിച്ചതിന് ശേഷമാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അസോസിയേഷൻ പറയുമ്പോഴും വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇവിടെയുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ട് ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആരോഗ്യവകുപ്പ് കണ്ടെത്തേണ്ടതുണ്ട്.